തുടർന്ന് നമ്മൾ ദൈവവചനം ധ്യാനിക്കാൻ പോകുന്ന സമയമാണ്. അടുത്ത ഒരു 25 മിനിറ്റ് സമയം നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് പ്രാർത്ഥനയുള്ള वचन ध्यान दीजिए। आगे हम वचन को मनन करने जा रहे हैं और अगला कुछ 25 मिनट तक हम वचन से मनन करेंगे। बड़े ही अपने मन को एकाग्र करते हुए परमेश्वर की उपस्थिति बने रहें। ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അതിന്റെ 3-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 3 verse 5. और आज के मनन के लिए हम प्रेरितों के काम उसके 3रे अध्याय उसके 5वें वचन को हम पढ़ेंगे। वह उनसे कुछ पाने की आशा रखते हुए उनकी ओर ताकने लगा। So the man gave them his attention, expecting to get something from them. Hallelujah. ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു. ഓക്കെ, ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു. हमारी ओर देख, ऐसे उन्होंने कहा। Look unto us. हमारी ओर देख। Praise the Lord. हालेलुया। ഇവിടെ ഇത് പറയുന്ന പശ്ചാത്തലമൊക്കെ നമുക്കറിയാവുന്നതാണ്. अब ये जो जिस विषय में ये बोला गया था उसके बारे में हम जानते हैं। പെന്തക്കോസ്ത് നാളിലെ വലിയ ആത്മപകർച്ചയ്ക്ക് ശേഷം और पेंतिकोस्त दिनों के उस समय में बड़े ही पवित्र आत्मा के अगुवाई होने के बाद അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും കൂടെ 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുകയാണ്. पतरस और यूहन्ना जो परमेश्वर के दास थे, यीशु के दास थे, वो अब जा रहे हैं देवालय की ओर सुबह के 9 बजे के समय प्रार्थना करने। ആ സമയത്ത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് അവിടെ വന്നു. उस समय में कुछ लोगों ने एक ऐसे व्यक्ति को उठा लिया है जो लंगड़ा था और जन्म से ही वो लंगड़ा था। ദൈവാലയത്തിൽ വരുന്നവരിൽ നിന്ന് ഭിക്ഷ യാചിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അവനെ അവിടെ കൊണ്ടുവന്ന ആളുകളെ ചുമന്നിരുത്തുന്നത്. और इस उद्देश्य से उसे वहां ले आया ताकि वहां पे जो लोग आराधना के लिए जाते हैं उनसे वो कुछ भीख मांग सके। അവന് തന്നെത്താൻ നടക്കുവാൻ കഴിയുന്നവനല്ല. वो अपने आप से चल नहीं सकता। അവനെ മറ്റാരെങ്കിലും ചുമന്ന് അവിടെ കൊണ്ടുവന്നിരുത്തണം. उसे कोई ना कोई दूसरा एक व्यक्ति उसे उठाकर वहां ले आना पड़ता। എന്നാൽ ഭിക്ഷ യാചിക്കുന്ന അവന്റെ ആ തൊഴിലിൽ അവൻ സമർത്ഥനായിരുന്നു. लेकिन वो जो भीख मांगता था वो उसका काम हो गया था और उसमें वो बहुत ही अच्छा था। അപ്പോസ്തലന്മാർ കടന്നു വന്നപ്പോൾ അവരോട് അവൻ ഭിക്ഷ യാചിച്ചു. और जब वहां पे प्रेरित लोग वहां से चलने लगे तो उन लोगों से भी उसने भीख मांगी। അങ്ങനെ പത്രോസിനോട് യോഹന്നാനോടും കൂടെ ഭിക്ഷ ചോദിച്ചപ്പോൾ और पतरस और यूहन्ना से जब उसने भीख मांगा, പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. और पतरस यूहन्ना के साथ मिलकर उसे बड़े ही ताकने लगा। ആത്മാഭിഷേകം പ്രാപിച്ച് കടന്നു വന്ന അപ്പോസ്തലന്മാർ, देखिए, आत्मा के अभिषेक को पाते हुए आए हुए प्रेरित लोग വല്ലതും കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് ചോദിക്കുന്ന ആ മുടന്തനോട്, अब देखिए वो लंगड़ा जो व्यक्ति उनसे कुछ प्राप्त करने के लिए उनसे मांग रहा है। അവനോട് തിരിഞ്ഞിട്ട് അവനെ ഉറ്റുനോക്കി എന്നാണ് നമ്മൾ കാണുന്നത്. वहाँ पे ऐसे लिखा है कि उनकी और उस लंगड़े की ओर घूर कर देखा और उसके घूर कर देखा എന്നിട്ട് അവനോട് വീണ്ടും പറയുകയാണ്, और फिर उसे कहता है, ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു. वो कहता है कि तू हमारी ओर देख। അവൻ ഓൾറെഡി അവനെ നോക്കി, वो पहले से ही वो व्यक्ति उन्हें देख रहा था എന്നിട്ട് വീണ്ടും പറയുകയാണ് ഞങ്ങളെ നോക്കുക. और फिर उन्हें फिर वापस से कहता है उस लंगड़े को कि तू हमारी ओर देख। അവന് അവരുടെ പറഞ്ഞതുപോലെ വീണ്ടും ഉറ്റുനോക്കി. और जिस प्रकार उन्होंने बोला उसी प्रकार वो और गौर से देखने लगा। തൽഫലമായി അവന് ലഭിച്ച വിടുതൽ എന്താണെന്ന് നമുക്കെല്ലാം और അറിയാവുന്നതാണ്. उसके बाद में उसका किस प्रकार की छुटकारा उसके जीवन में आई हम जानते हैं। ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. अब मैं उस विषय की ओर नहीं जाना चाहता। അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ അവരെ ഉറ്റുനോക്കിയപ്പോൾ അവന് വിടുതൽ ലഭിച്ചു. जिस प्रकार प्रेरितों ने कहा उस प्रकार जब ये व्यक्ति उन्हें गौर कर देखने लगा उस समय उनसे एक छुटकारा आ गया। ഇവിടെ ഒരു വിടുതലിന് വേണ്ടി यहाँ पर एक छुटकारे के लिए അപ്പോസ്തലന്മാർ പറയുന്നത്, प्रेरितों ने कहा, വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങളുടെ അടുക്കലില്ല, हमारे पास न सोने की चांदी के सिक्के हैं ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരുന്നു. और जो हमारे पास है वो हम तुम्हें देते हैं। ആകയാൽ നീ ഞങ്ങളെ ഒന്ന് ഉറ്റുനോക്കുക. इसलिए तू हमारी ओर गौर से देख। നമുക്കുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി हमारे पास जो है वो दूसरों को देने के लिए നമ്മളെ ഒന്ന് ശ്രദ്ധിച്ച്
ശ്രദ്ധിച്ച് നോക്കുവാൻ നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ കഴിയുമോ? हमें जरा गौर से देखने के लिए क्या हम दूसरों को बोल सकते हैं? ആദിമ അപ്പോസ്തലന്മാർ, पहले के जो प्रेरित हुए, ആദിമ സഭ पहले की कलीसिया മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ചലഞ്ച് ആയിരുന്നു. बाकी लोगों के सामने एक चुनौती थी। സഭയ്ക്ക് അവരോട് പറയുവാനുള്ള സന്ദേശം, कलीसिया उनसे यही संदेश दे रहे हैं, look unto us, हमारी ओर देख, ഞങ്ങളെ നോക്കുക. हमारी ओर देख। വാസ്തവത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് वास्तविक तौर पर अगर सुसमाचार को बोले, മനുഷ്യരെ നോക്കുന്നതല്ല, वो मनुष्यों को देखने की बात नहीं അത് है, ദൈവത്തെ നോക്കുന്നതാണ്. वो परमेश्वर की ओर देखने की बात है। ദൈവം ആരാണ്, എങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെ അറിയുവാൻ വേണ്ടി മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വെളിപ്പെട്ടതാണ് കർത്താവായ യേശുക്രിസ്തു. परमेश्वर कौन है, वो कैसा है, इस बात को मनुष्य अच्छे से समझ पाए, इस कारण से यीशु मसीह प्रकट हुए। ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവാണെന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. वचन इस बात को स्पष्ट कर रहा है कि हमारा जो सुसमाचार है वो दाऊद के संतान यीशु मसीह है, जो इस धरती पर आए और मरे और फिर वापस जी उठे। ഈ യേശുവിനെ നോക്കുക എന്നുള്ളതാണ് സുവിശേഷ സന്ദേശം. इस यीशु मसीह की ओर देखो, यही है सुसमाचार का संदेश। എന്നാൽ ഇവിടെ കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പ്രായോഗിക തലത്തിൽ ഒരു മുടന്തനോട് ഭിക്ഷക്കാരനോട് സുവിശേഷം അറിയിക്കുകയാണ് അപ്പോസ്തലന്മാർ. अच्छे से समझ पाए उस प्रकार ये जो प्रेरित लोग हैं इस लंगड़े को बोल रहे हैं, सुसमाचार बता रहे हैं। എന്താണ് ഞങ്ങളെ നോക്കുക എന്നതിന്റെ പ്രാധാന്യം? हमें हमारी ओर देख ऐसे बोलने के पीछे का महत्व क्या है? നമ്മളെ നോക്കുന്നതിൽ എന്തെങ്കിലും പ്രാധാന്യതയുണ്ടോ? हमारी ओर देखने के विषय में कोई महत्व की बात है? വചനം പഠിക്കുമ്പോൾ നിശ്ചയമായി ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ जब हम കഴിയും. वचन को पढ़ते हैं तो हमें इस बात को समझ में आता है कि निश्चय सचमुच कुछ बात है। യോഹന്നാന്റെ ഫസ്റ്റ് കൊരിന്തി ചാപ്റ്റർ 12 വേഴ്സ് 27 നമ്മൾ വായിക്കുന്നത്, पहले कोरिन्थियों के 12वें अध्याय के 27वें वचन में ऐसे पढ़ते हैं। എടുത്തവരെ ആരെങ്കിലും ദയവായിട്ടൊന്ന് വായിക്കാം. ഫസ്റ്റ് കൊരിന്തി ചാപ്റ്റർ 12 വേഴ്സ് 27. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ആ. ഓരോരുത്തരും വെവ്വേറായി അവയവങ്ങളുമാകുന്നു. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. जब मसीह के देह हो, Church is the visible part of the Lord Jesus Christ. और कलीसिया जो है वो यीशु मसीह का दिखने वाला शरीर है। We already know that church is the body of Christ. हम जानते हैं कि कलीसिया जो है यीशु मसीह का शरीर है, ദൈവ സഭയുടെ ശിരസ്സാണ്, തലയാണ് കർത്താവായ യേശുക്രിസ്തു. और कलीसिया का जो सिरौना है वो यीशु मसीह है। എന്നാൽ തല ഇപ്പോൾ യേശുക്രിസ്തുവിനെ നോക്കുവാൻ പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് പ്രത്യക്ഷമായിട്ട് കാണാൻ കഴിയത്തില്ല. अगर आप सबको कहें कि यीशु मसीह की ओर देखो तो शायद सबको यीशु मसीह दिखाई नहीं देंगे। അതിന്റെ കാരണം എന്താ? തലയെന്ന് സ്വർഗത്തിലാണ്, ये इसलिए है क्योंकि सर जो है वो स्वर्ग में है, എന്നാൽ ശരീരം ഇവിടെ ഉണ്ട്. और लेकिन शरीर यहाँ पर है। ബോഡി, ശരീരം എന്ന് പറയുന്നത് സഭയാണ്. यानी शरीर जो है वो कलीसिया है, वो यहाँ पर है। അതാണ് വചനത്തിൽ ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട്, നാം അവന്റെ ശരീരമാണ്. इसीलिए वचन में बार बार दोहराते हुए बताया है कि हम उसके शरीर है। നമ്മൾ അവന്റെ ശരീരമാണെങ്കിൽ अगर हम उसके शरीर है, യേശുവിനെ നോക്കുക എന്ന് പറയുമ്പോൾ തന്നെ जब यीशु मसीह की ओर देखो ऐसे बोलते वक्त, അത് നല്ലപോലെ മനസ്സിലാക്കുവാൻ കഴിയാത്തവർക്ക്, और जो लोग इस बात को समझ नहीं पाते हैं, ഹല്ലേലൂയ, हालेलुया, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങളെ നോക്കുക. वो लोग समझने के लिए ये प्रेरित लोग कहते हैं कि तू हमारी ओर देख। എന്താ ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? हमारी ओर देखने के लिए, बोलने के लिए ऐसे क्यों बोलते हैं? क्या ഹല്ലേലൂയ, हमारे पास कुछ है? ഞങ്ങളുടെ കയ്യിൽ നീ വിചാരിക്കുന്ന സാധനങ്ങൾ ഒന്നും ഇല്ലെന്ന് തന്നെ പറയുന്നുണ്ട്. और ऐसे बोलते हैं कि जो तू सोच रहा है वो सारी बातें हमारे हाथ में नहीं है। മാനുഷികമായ നിലയിൽ പല വിഷയങ്ങളിൽ നമ്മൾ നിസ്സഹായരായിരിക്കാം. मानसिक तौर पर शायद बहुत सारे बातों में हम निस्सहाय हो जाएंगे, എന്നാൽ നമ്മൾ പിടിച്ചിരിക്കുന്ന ഒരു നാമമുണ്ട്, लेकिन हमने एक नाम को पकड़ रखा है। നമ്മൾ വിശ്വസിക്കുന്ന ഒരു നാമമുണ്ട്, हम विश्वास करते हैं ऐसे एक नाम पर, നമ്മൾ അനുഭവിച്ച ഒരു നാമമുണ്ട്. एक नाम है जिसकी हम अनुभव लेते हैं। പത്രോസിന് പറയുവാനുള്ളത്, पतरस को यही बात बोलना है, ഞങ്ങൾ കണ്ടതും जो हमने देखा है, ഞങ്ങൾ കേട്ടതും जो हमने सुना है, ഞങ്ങൾ അനുഭവിച്ചതും. और जो हमने अनुभव किया है। ദൈവമക്കളെ, നമുക്ക് മറ്റുള്ളവരോട് പറയുവാനുള്ളത് मेरे प्यारों, हमें दूसरों को बोलने के लिए यही बात വെറുതെ है। ഉള്ള ഒരു കഥയല്ല, ये कहानी नहीं है, ഒരു ചരിത്രമല്ല. ये सिर्फ एक इतिहास नहीं है। അതിലുപരി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവമാണ് സുവിശേഷം. इससे बढ़कर ये हमारे जीवन के व्यक्तिगत तौर पे जो अनुभव है वो है सुसमाचार। അനുഭവിച്ച നീ സുവിശേഷം പങ്കുവെക്കുമ്പോൾ जब तू अनुभव करते हुए सुसमाचार को बांटता है, അവിടെ വിടുതൽ വ്യാപരിക്കുക തന്നെ ചെയ്യും. वहाँ पर छुटकारा निश्चय आएगा। ഇതാണ് അപ്പോസ്തലന്മാരുടെ വാക്കുകളിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത്. यही बात है जो हम प्रेरितों के उस वचन
हमारी ओर देख। ഹല്ലേലൂയ. हालेलुया। പത്രോസിന്റെ ആദ്യ പ്രസംഗം കഴിഞ്ഞിട്ട് പ്രായോഗിക ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ जब प्रेरित पतरस ने अपना पहला प्रचार करने के बाद में अपने प्रायोगिक तौर के जीवन में वो निकल पड़ा, താൻ വളരെ ബോൾഡ് ആയിട്ട് പറയുന്നു, तब बड़े ही वो सामर्थ्य से बोलता है। താൻ ഒറ്റയ്ക്ക് ഒറ്റ തിരിഞ്ഞ് മാറി എന്നുള്ളൊരു സാക്ഷ്യമല്ല, वो सिर्फ अकेला होकर अलग से उसकी गवाही नहीं है। ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ പ്രത്യേക പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, പത്രോസ് യോഹന്നാനോട് കൂടെ. वहाँ में एक समूह है। इस बात को दर्शाने के लिए पवित्र आत्मा ने बताया है कि पतरस यूहन्ना के साथ में मिलकर, Along with John, वो यूहन्ना के साथ मिलकर, Peter told to that person, और पतरस ने इस व्यक्ति से कहा, look unto us, तू हमारी ओर देख, ഞങ്ങളെ നോക്കുക. तू हमारी ओर देख। Praise the Lord. हालेलुया। എത്ര പ്രാധാന്യതയുള്ള കാര്യമാണിത്. देखिए कितनी महत्व की बात है ये। മുമ്പോട്ട് നമ്മൾ ലേഖനങ്ങൾ വായിക്കുമ്പോൾ आगे जब हम पत्र पढ़ते हैं, പൗലോസ് തന്റെ ലേഖനത്തിൽ കൊരിന്ത്യരോട് പറയുന്നുണ്ട്, प्रेरित पौलुस जो है कोरिन्थियों को अपने लेख में बताते हैं, താൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ അധികാരി ആയിരിക്കുന്നത് പോലെ. और जिस प्रकार मैं मसीह का सेवक हूँ उसी प्रकार। 1 Corinthians chapter 11 verse 1, पहले कोरिन्थियों उसका 11वां अध्याय के पहले वचन में, as I am imitating God, you also imitate God. और मैं तुम मेरी सी चाल चलो जैसे मैं मसीह की सी चाल चलता हूँ। താൻ പറയുകയാണ്, ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരികളായിരിക്കും. जिस प्रकार मैं मसीह की चाल चलता हूँ उसी प्रकार तुम मेरी चाल चलो। തന്റെ അതേ ഉള്ളിലെ ആഗ്രഹം എന്നെ അനുകരിക്കുന്നവരെ പേരെ വേണമെന്നുള്ളതല്ല, वो ये नहीं चाहते कि मुझे मानने वाले से बहुत सारे मेरे साथ हो। ക്രിസ്തുവിന്റെ ഡിസൈപ്പിളായിട്ട് ചിലർ വേണം. वो कहता है कि वो मसीह के कुछ चेहरे में चाहिए। ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നവർ വേണം. जो व्यक्ति मसीह को उसकी मसीह की चाल चलता है, അതെങ്ങനെ സാധിക്കും? और वो कैसे हो सकता है? ഞാൻ ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ जिस प्रकार मैं मसीह की चाल चलता എന്റെ हूँ, ജീവിതത്തിൽ കൂടെ वो मेरे जीवन के द्वारा, ഇങ്ങനെയാണ് ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് പൗലോസ് जिस ചെയ്തത്. प्रकार हम मसीह को अपने जीवन में दर्शाते हैं, उस बात पौलुस बाकी लोगों को बता रहा है। പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ അവർക്കൊരു ചലഞ്ചായിട്ട് മാറണം. मेरे प्यारो, हमारा जीवन बाकी लोगों के बीच में उनके लिए चुनौती बननी है, ഓ, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. और यही है हमारी जिम्मेदारी। നമ്മൾ പ്രസംഗിക്കുന്ന ഒരു സുവിശേഷമുണ്ട്. हम प्रचार करने वाले एक सुसमाचार ആ है। സുവിശേഷത്തിന് അനുസൃതമായ ഒരു ജീവിതം ഓരോ ദൈവമൈതലിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നു. और उस सुसमाचार के अनुसार एक जीवन हर परमेश्वर के दास से परमेश्वर इच्छा रखता है। അതാണ് വേർപെട്ട ദൈവമക്കളിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. इसीलिए यही बात है, परमेश्वर अपने अलगताई किए गए जो लोग हैं उनसे चाहते हैं। ക്രിസ്ത്യാനി എന്ന പേരുള്ളവർ അനേക ആയിരങ്ങൾ ലോകത്തിലുണ്ട്. हजारों हजारों लोग हैं जिनका नाम जिन्हें मसीह के नाम से जाने जाते हैं, എന്നാൽ പിശാചിന് അവരെ ഒന്നും ഒരു ഭയമില്ല. लेकिन शैतान उनसे नहीं घबराता। എന്നാൽ ദൈവവചന പ്രകാരം ജീവിക്കുവാൻ വരുന്ന ഒരു ദൈവമൈതൽ, लेकिन परमेश्वर के वचन के अनुसार जीने वाला है परमेश्वर के दास। ഓ, പിശാച് ശ്രദ്ധയോടെ നോക്കുന്നു. शैतान उसकी ओर गौर से देखता है। അതെ, നമ്മെ നോക്കുന്നത് മൂന്ന് തരത്തിലുള്ള ആളുകളാണ്. हमें देखने वाले 3 तरह के लोग हैं। ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ദൈവസന്നിധിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ पिछले दिन मैं जब ऐसे अपने परमेश्वर के वचन से मनन कर रहा था, നമ്മളെ ശ്രദ്ധിക്കുന്ന മൂന്ന് തരത്തിലുള്ള ആളുകൾ. हमें हमारी ओर ध्यान देने वाले 3 तरह के लोग। ഒന്ന്, ദൈവം എല്ലായ്പ്പോഴും നമ്മളെ അറിയുന്നു. एक है परमेश्वर जो हमें हमेशा जानते हैं। ഇല്ലേ? ദൈവം അറിയുന്നില്ലേ? क्या ये बात सही नहीं है? ദൈവം അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. परमेश्वर के जाने बगैर हम कुछ नहीं कर सकते। സങ്കീർത്തനക്കാരൻ പറഞ്ഞ, ദൈവമേ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ അറിയുന്നു. यहाँ भजन संहिता लिखने वाला कहता है कि मैं जब बैठता हूँ या मैं खड़ा रहता हूँ तू जानता है, എന്റെ നിരൂപണങ്ങളൊക്കെ ദൂരത്ത് നീ ഗ്രഹിക്കുന്നു. और जो मैं अपने मन में योजना बनाता हूँ तू तो बहुत दूर से ही समझ जाता है। ഞാൻ എവിടെ പോയി പാർക്കാമെന്ന് വിചാരിച്ചാൽ നീ അവിടെ ഉണ്ട്. मैं जहाँ कहीं जाकर छिपने की कोशिश करूँ तू वहाँ पर है। അതെ, ഒരു ഭാഗത്ത് പറഞ്ഞ പാതാളത്തിൽ എന്റെ കിടക്ക വിചാരിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ഉണ്ട്. और एक दूसरी ओर कहता है कि अगर मैं अधोलोक में जाऊँ तो तू वहाँ पर भी है। യോന പോയി കിടക്ക വിരിച്ചത് നമുക്കറിയാമല്ലോ. जानते हैं कि योना किस प्रकार अपने लिए एक बिस्तर बिछाया था। ദൈവസന്നിധി വിട്ടിട്ട് പോയി കിടക്ക വിരിച്ച ചിത്രമാണ് അവിടെ കാണുന്നത്. देखिए परमेश्वर की उपस्थिति को छोड़कर जाकर अपने लिए खुद के अलग सा बिस्तर बिछाया। എന്നാൽ അവിടെ നിന്ന് യോനയെ പൊക്കിയ ദൈവം देखिए लेकिन वहाँ से भी योना को परमेश्वर ने उठाया। ഇന്ന് പകൽ ദൈവവേദനയെ നീ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക. ദൈവത്തെ വിട്ട് അവരിൽ നിന്ന് മാറ്റിവെച്ച് ഒളിച്ചു വെച്ച് ഹൈഡ് ചെയ്ത് നിനക്ക് അനങ്ങുവാൻ കഴിയത്തില്ല. आज सुबह के समय मेरे प्यारे परमेश्वर के लोगों इस बात को समझ लो कि परमेश्वर की उपस्थिति छोड़कर तू कहीं जाकर चुप नहीं सकता। ദൈവം നമ്മുടെ ജീവിതം അറിയുന്നു. परमेश्वर हमारे
जीवन को जानता है। ഹല്ലേലൂയ. हालेलुया। അതുകൂടാതെ നമ്മളെ ശ്രദ്ധിക്കുന്ന നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ സ്നേഹിതർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളെ കാണുന്ന എല്ലാവരും നമ്മളെ അറിയും. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും മനസ്സിൽ വിചാരിക്കുക. വീട്ടിലുള്ള സിബ്ലിങ്സിനെ വിചാരിക്കുക, മാതാപിതാക്കളെ വിചാരിക്കുക, ചർച്ച് മെമ്പേഴ്സിനെ വിചാരിക്കുക. There are people who are listening me. और इसके अलावा भी हमारे साथ में जो रहने वाले हमारे भाई बहन, हमारे माता पिता, हमारे दोस्त, हमारे कलीसिया के मेंबर्स, हमारे साथ नौकरी करने वाले, ये सारे लोग हमें जानते हैं। Others are watching me. अब ये सारे लोग हमें हमारी ओर गौर करते हैं। othersനകത്ത് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. अब ये सारे दूसरे लोगों के बीच में और एक झुंड भी है। Praise the Lord. എല്ലാവരും നമ്മളിൽ എന്തെങ്കിലും പഠിക്കാൻ ചില നോക്കുന്നവരല്ല. कुछ लोग, सारे लोग हमसे कुछ सीखने के लिए कोशिश नहीं कर रहे हैं। പക്ഷെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ ഒരു ലെസൺ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ജീവിതം. ഞാൻ പറഞ്ഞല്ലോ, we have a lesson to give others, those who are watching us. और हम हमारे जीवन से दूसरों के लिए सीख दे सकते हैं उन लोगों के लिए जो लोग हमारी ओर गौर करते हैं। എല്ലാവരും പഠിക്കാമെന്ന് വിചാരിച്ചല്ല നോക്കുന്നത്. अब सारे लोग हमारी ओर गौर इसलिए नहीं करते कि हमारे जीवन से कुछ सीख पाए, But still we have a lesson to teach them. लेकिन हमारे पास उनको सिखाने के लिए भी एक सीख है। അതിനകത്ത് ഒരു കൂട്ടത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, और उसके अंदर एक जो झुंड है उसके बारे में ऐसे बोलते the हैं। opponent, വിരോധി. और वो लोग ऐसे होते हैं जो हमारे विरोध करने वाले ബൈബിൾ അതിനെ കുറിച്ച് നന്നായിട്ട് പറയുന്നുണ്ട്. कलाम उसके बारे में बहुत विस्तार में बताता है। അവരുടെ പുറകിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് സാത്താനാണ്. और उनके पीछे काम करने वाला जो आत्मा है वो शैतान का है। സാത്താൻ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. और शैतान हमारी ओर गौर करता है। സാത്താൻ നമ്മളെ ശ്രദ്ധിക്കുന്നു പറയുന്നത് ഒരു കറുത്ത രൂപമായിട്ട് വന്നൊന്നും ശ്രദ്ധിക്കുന്നു വിചാരിക്കരുത്. आप ऐसे मत सोचना कि जब मैं कहता हूँ कि शैतान तुम्हारी ओर गौर करता है तो सचमुच में एक काला सा एक रूप लेकर आकर हमारे पीछे लग जाएगा, ऐसा नहीं है। നല്ല വെളുത്ത് ചിരിച്ച് നിന്നോടുകൂടെ സഹകരിക്കുന്ന ആളുകളിൽ കൂടെയും സാത്താൻ വിരോധി നിന്നോട് നോക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. बड़े ही सफेद कपड़े पहनकर हमेशा तुम्हारी ओर हंसकर मुस्कुराकर तुम्हारे साथ में हर बातों में सहारा देते हुए आगे बढ़ने वाले लोगों के बीच में भी शैतान कार्य करता है। വിരോധി നോക്കുക മാത്രമല്ല, വിരോധി നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പഠിച്ചിട്ട് അവന് ദൈവസന്നിധി ചെന്നിട്ട് നിന്റെ അനുഗ്രഹത്തിന് എതിരായിട്ട് ക്ലെയിം ചെയ്യും. आप देखिए, ये जो विरोधी है वो सिर्फ तुझे देखकर तेरे साथ ही नहीं रहता, लेकिन तेरे बारे में जो भी बातों को समझकर वो परमेश्वर की उपस्थिति में जाकर तेरे विरुद्ध में वो वहां पे वकालत करेगा। വിശദീകരിക്കുന്നില്ല, ഒന്ന് മനസ്സിലാക്കുക. There are opponents. मैं इसके बारे में विस्तार नहीं करना चाहता, लेकिन इस बात को समझ लो कि हमारे जीवन में हमारे भी विरोधी हैं। Praise the Lord. മൂന്ന് തരത്തിലുള്ള ആളുകൾ നമ്മളെ तो കാണുന്നു. 3 तरह के लोग हैं जो हमारी ओर गौर करते हैं। ദൈവം എന്നെ കാണുന്നു, परमेश्वर हमें गौर करता है, മറ്റുള്ളവർ എന്നെ കാണുന്നു, बाकी लोग हमारी ओर गौर करते हैं। മറ്റുള്ളവർ വ്യത്യസ്തമായി opponents എന്നെ ശ്രദ്ധിക്കുന്നു. लेकिन बाकी लोगों से अन्य होकर जो कुछ विरोधी लोग हैं वो भी हमारी ओर गौर करते हैं। ഇവരുടെ എല്ലാ മുമ്പിൽ നമ്മുടെ ജീവിതം സൂക്ഷിപ്പാൻ നമുക്ക് അതേ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. अब देखिए, इन सब के सामने हमारे जो जीवन है इसे संभालने की जो एक जिम्मेदारी हमारे पास है। നമ്മളൊരു വിശേഷത ഉള്ളവരാണ്. हम बिल्कुल अलग लोग हैं നമുക്ക് പറയാനുള്ളത് ഞങ്ങളെ നോക്കുക എന്നുള്ളതാണ്. और हमें दूसरों को यही कहना है कि हमारी ओर देखो। നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു സന്ദേശമാണ്. हमारा जीवन ही एक संदेश है। ഹല്ലേലൂയ. हालेलुया। എത്ര പേര് ഹല്ലേലൂയ പറയൂ? आप में से कितने हालेलुया बोलेंगे? എന്റെ ജീവിതം ഒരു സന്ദേശമാണല്ലോ. मेरा जीवन एक संदेश है। കഴിഞ്ഞ ദിവസം ആരോ അയച്ച ഒരു മെസ്സേജിനകത്ത് പറഞ്ഞിരുന്നു, യുവർ ലൈഫ് ഈസ് അനദർ ബൈബിൾ. और पिछले दिन किसी ने एक मैसेज भेजा था, उसके अंदर उन्होंने ऐसे बोला कि तुम्हारा जीवन एक दूसरा बाइबल है। ഞങ്ങൾ അതിനെ കുറിച്ച് പറയാറുള്ളത് ആകെ 4 സുവിശേഷമേ ഉള്ളൂ. और हम മാത്യു, മാർക്ക്, लूक, जॉन. हम ऐसे साधारण तौर पे बोलते हैं कि 4 सुसमाचार हैं, मत्ती, लूक, मरकुस और यूहन्ना। ഈ എഴുത്തും വായനയൊന്നും അറിഞ്ഞുകൂടാത്തവർക്ക് ഈ മത്തായി, മർക്കോസും ലൂക്കോസും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? और ज्यादातर जो पढ़े लिखे नहीं होते वो लोगों को अगर मत्ती, मरकुस ऐसे बोले तो उनको क्या समझ में ഇനി आएगा? വായന അറിയാവുന്നവർക്കും അത് കൊടുത്താൽ ചിലർക്ക് ബോറടിക്കും. और उतना ही नहीं, जो लोग पढ़ना जानते हैं शायद वो लोगों के हाथ में भी अगर सुसमाचार को दे शायद वो भी बोर मार देंगे। അവർക്കുള്ള ഫിഫ്ത്ത് ഗോസ്പൽ, और उनके लिए जो 5वां जो सुसमाचार है that is your life. और वो तुम्हारा जीवन है। हालेलुया। हालेलुया। അതെ, ചിലർക്ക് മാത്യുവിനെ അറിയത്തില്ല, മാർക്കിനെ അറിയത്തില്ല, ലൂക്കിനെയും ജോണിനെയും അറിയത്തില്ല, പക്ഷെ സ്നേഹം അറിയായിരിക്കും. लेकिन कुछ लोग जो है वो मती को, मार्क को, लूक को, योना को नहीं जानते होंगे, लेकिन स्नेह को जानते होंगे। റോയി അറിയുന്നവരുണ്ട്. शायद रोय को पहचानते होंगे। റോയി അറിയുന്നവർ റോയുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ റോയുടെ ജീവിതത്തിൽ കൂടെ അറിയണം. और रॉय को जानने वाले और जो रॉय के अंदर बसने वाले मसीह को और रॉय के जीवन के द्वारा पहचानना है। ഹല്ലേലൂയ. हालेलुया। നമുക്ക്
പറയുവാൻ മറ്റൊന്നില്ല. और हमें बोलने के लिए दूसरा कुछ नहीं है, നമുക്ക് ജീവിച്ച് കാണിക്കുവാൻ മറ്റൊന്നില്ല. और हमें जी कर दिखाने के लिए दूसरा और कुछ नहीं നമുക്ക് है। എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ നമ്മളെ രക്ഷിച്ച നമ്മുടെ കർത്താവിനെ കുറിച്ചാണ്. और अगर हमें कुछ बोलने के लिए है तो वो यही है कि हमें उद्धार देने वाले यीशु मसीह के बारे में। നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ हम जब हमारे यीशु मसीह के बारे में बोलते हैं, അത് സത്യമാണെന്നും നമ്മൾ വിശ്വസിക്കുന്നെന്നും ഉള്ളത് തെളിയിക്കത്തക്കവണ്ണം वो सच है, और इस बात को हम उनके सामने सबूत के तौर रख सकने के लिए നമ്മുടെ ജീവിതം അതുമായി ബാലൻസ് ചെയ്യണം. हमारा जो जीवन है उसके साथ उसका तालमेल होना जरूरी है। യേശു പറയുന്നത് പരീശന്മാർ അങ്ങനെയല്ലായിരുന്നു. Jewish religious leaders were never like that. और यीशु कहते हैं जो फरीसी लोग थे, यानी यहूदियों के जो आत्मिक तौर पर नेतृत्व देने वाले जो लोग फरीसी लोग, वो लोग बिल्कुल ऐसे नहीं थे। മത്തായി സുവിശേഷം 23:1 നമ്മൾ വായിക്കുന്നുണ്ട്. मत्ती के 20वें अध्याय के उसके 3रे वचन में पढ़ते हैं। 23वें अध्याय 23 अध्याय का 3 पढ़ी. 23वें अध्याय के 3। ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെ പ്രമാണിച്ച് ചെയ്യുവീൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ശ്രദ്ധിക്കണമാ, നിങ്ങളോട് അവർ പ്രസംഗിക്കുന്നത് ചെയ്യുവിൻ. देखिए वहाँ पे बोलते हैं जो वो लोग तुमसे प्रचार करते हैं वो तुम करो। Good teaching they are giving to you. वो तुम्हें अच्छी सीख को देते हैं। Who are they? वो कौन है वो लोग? അവരാരൊക്കെയാ? वो लोग कौन कौन है? ശാസ്ത്രിമാര്, പരീശന്മാര്. അന്നുള്ളതിലെ ഏറ്റവും ലീഡർഷിപ്പിലുള്ള ആളുകളെയാണ് അവിടെ കാണുന്നത്. उन दिनों में जो फरीसी या शास्त्री जो लोग थे, उन समय में आत्मिक तौर पर नेतृत्व देने वालों में सबसे ऊंचे स्तर पर അവര് സംസാരിക്കുന്ന, അവര് പഠിപ്പിക്കുന്ന പാഠങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യും, നല്ലതാണ്. वो लोग जो तुम्हें सिखाते हैं उस बात को तुम अपने जीवन में लागू करना, ये बात अच्छा है। എന്നാ കർത്താവ് അവർക്ക് കൊടുക്കുന്ന ലെസൺ എന്താണ്? लेकिन मसीह को एक दूसरा एक लेसन सीख क्या दे അവര് रहे हैं? ചെയ്യുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കരുത്, അവര് ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. लेकिन वो लोग अपने जीवन में जो कामों को कर रहे हैं उसकी और गौर मत करना, और वैसे तुम बिल्कुल नहीं करना। എന്താണ് കാരണം? इसका कारण क्या है? കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, കർത്താവ് തന്നെ പറയുന്നുണ്ട്. उसका कारण वही पे लिखा है। അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അവര് പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. वो लोग से बोलते हैं, कुछ करते नहीं हैं। എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനല്ല. लेकिन हमारा यीशु मसीह ऐसा नहीं है। നമ്മുടെ കർത്താവിനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 1:1 എഴുതിയിരിക്കുന്നത്, हमारे यीशु मसीह के बारे में प्रेरितों के काम में पहला वचन में से लिखा है। അവൻ ചെയ്തും ഉപദേശിച്ചു എന്നാണ് वहाँ എഴുതിയിരിക്കുന്നത്. पे ऐसे लिखा है कि उसने अपने जीवन में वही किया जो उसने प्रचार किया। അവന് ചെയ്യുവാൻ കഴിയാത്ത ഒന്നും അവൻ और ഉപദേശിക്കുകയില്ലായിരുന്നു. ऐसा कुछ भी नहीं उसने किया जो प्रचार किया जो अपने जीवन में नहीं कर सकता। താൻ പറഞ്ഞു, ഞാൻ വന്നത് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. അതിനു വേണ്ടിയാണ് താൻ വന്നത്. उन्होंने कहा कि मैं आया हूँ एक अच्छे चरवाहे के समान जो अपने भेड़ों के लिए अपने प्राण को दे सकता है। താൻ പറഞ്ഞതുപോലെ തന്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നു. और जिस प्रकार उन्होंने कहा उसी प्रकार उन्होंने अपने जीवन को दे തന്റെ दिया। പഠിപ്പിക്കലുള്ള ഓരോന്നും നമ്മൾ പരിശോധിച്ചാൽ और अगर उसके जो एक एक सीख की और अगर हम गौर करें, തനിക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് താൻ പഠിപ്പിച്ചത്. वो अपने जीवन में जो कर सकते थे वही बातों को हमें सिखाया है। താൻ ചെയ്തും പഠിപ്പിച്ചും തുടങ്ങിയെന്നാണ് उन्होंने जो എഴുതിയിരിക്കുന്നത്. बातों को किया है वही बातों को सिखाया है। ഇതാണ് ദൈവം നമ്മളിൽ കൂടെ പ്രതീക്ഷിക്കുന്നത്. यही बात है जो परमेश्वर हमसे चाहते हैं। അപ്പോസ്തലന്മാർ അതാണ് പറയുന്നത്. प्रेरित लोग भी यही कह रहे हैं। ഞങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കുന്ന പോലെ, जिस प्रकार हम मसीह के चाल की चलते हैं, അതെ, നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുക. और उसी प्रकार तुम भी हमारी चाल चलो അതെ, ഞങ്ങളെ നോക്കുക. और हमारी ओर देखो। ഈ പ്രസ്താവനകളിൽ കൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, और ये सारे प्रस्ताव में यही बात को हम देखते हैं। നമ്മള് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതം ഒരു പുസ്തകമായിരിക്കുമ്പോൾ, और दूसरों के सामने हमारा जीवन एक पुस्तक के समान है। ഓ, അതൊരു സന്ദേശം കൊടുക്കുകയാണ്. हाँ, वो एक संदेश को दे रहा है। ഇന്ന് സ്നേഹയുടെ സാക്ഷ്യം കേട്ട്, സ്നേഹം ഇവിടെ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മെസ്സേജ് തന്നതാണ്. സാക്ഷ്യം ഷെറിന്റെ സാക്ഷ്യം കേട്ടിട്ട് ഞാൻ വളരെ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. आज मैं बहन शरीन की गवाही को सुनकर मैं बहुत आनंदित हो रहा था और परमेश्वर की स्तुति कर रहा था। ഷെറിന്റെ വീട്ടില് ഷെറിന് ഒന്നും പ്രസംഗിക്കാൻ പറ്റത്തില്ല വാക്കുകൊണ്ട്. आप देखिए शरीन के घर में वो प्रचार वो नहीं कर सकती कोई शब्दों से। എന്നാ ബുക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അതും വേണ്ട, അത് വേണം കളയും. और बुक देने की भी जरूरत नहीं कि बुक देंगे तो फाड़ देंगे। ഞാൻ ഷെറിനോടാന്ന് പറഞ്ഞു, ഇനി അത് രണ്ടും ചെയ്യണ്ട, ബട്ട് യുവർ ലൈഫ് വിൽ ബി എ
message for them. उस दिन मैंने इनसे कहा कि तुम अभी ये तुम दोनों बातों को नहीं कर रहा, लेकिन तुम्हारा जो जीवन है वो उनके लिए एक संदेश होगा। അതേ ദൈവത്തിന്റെ പ്രവൃത്തി അതേ അങ്ങനെയുള്ളിടത്ത് വെളിപ്പെടും. देखिए परमेश्वर के कार्य ऐसे जगहों पर प्रकट होगी। ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. आप ध्यान देना, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം സമർപ്പിക്കണം. जब परमेश्वर के कामों के लिए हम अपने आप को समर्पित करें, നമ്മൾ അതേ ക്രിസ്തുവിന്റെ പത്രമാണ്. हम यीशु मसीह के पत्र हैं। കുറച്ചുകൂടി തെളിവായിട്ട് സമയത്തിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി പറയുന്നു, ശ്രദ്ധിക്കുക. अब बड़े ध्यान से सुनना। 2 Corinthians chapter 3:3 दूसरे कोरिन्थियों का 3रा अध्याय और उसके 3रे वचन की ओर ध्यान दें। അവിടെ പൗലോസ് പറയുന്നു, तो वहाँ पे प्रेरित पौलुस जैसे कहते हैं, നമ്മുടെ ശുശ്രൂഷയിലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുത്തുമല്ലോ। यह प्रकट है कि तुम मसीह की पत्री हो, जिसको हमने सेवकों के समान लिखा है। അവിടെ പറയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? यहाँ पे कहते हैं हमारा जीवन क्या है? ലൈഫ് ബീയിങ് an epistle. हमारा जो जीवन एक पत्री है। Hallelujah. हालेलुया। There are someone to read और our life. कुछ लोग हैं जो हमारे जीवन को पढ़ते हैं। Praise the Lord. हालेलुया। നമ്മുടെ ജീവിതം ആളുകൾ പഠിക്കുന്നു. നമ്മുടെ ജീവിതം ഒരു പത്രമാണ്. हमारा जीवन जो है वो लोग पढ़ते हैं, क्योंकि हमारा जीवन एक पत्र है। പൗലോസ് പറയുന്നത് നമ്മുടെ ജീവിതം ഒരു ലിവിംഗ് എപ്പിസ്റ്റൽ ആണെന്ന്. प्रेरित पौलुस कहता है कि हमारा जो जीवन है वो एक जीवित पत्री है। ഹല്ലേലൂയ. हालेलुया। നമ്മുടെ ജീവിതം അത് ക്രിസ്തുവിന്റെ പത്രമാണ്. और हमारा जो जीवन है वो मसीह का पत्र है। നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ ഒരു പത്രമാണ്. हमारा जीवन मसीह का पत्र है। ഇത് നമ്മളെപ്പോഴും इस മനസ്സിലാക്കിയിരിക്കണം. बात को हम हमेशा समझे रखें। പത്രോസ് പറയുന്നുണ്ട്, നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ പത്രമായിരിക്കുമ്പോൾ ഇതില് എഴുതിയിരിക്കുന്ന മഷി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. देखिए पौलुस से बोलते हैं कि हमारा जो जीवन है वो एक जीवित पत्री है, और मसीह के जो बारे में लिखा है वो सिर्फ इंक से नहीं लिखा है, लेकिन वो परमेश्वर की आत्मा से लिखा है। മഷി കൊണ്ടല്ല എന്നുള്ളതിൽ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. देखिए वो इंक से नहीं लिखा है, स्याही से नहीं लिखा है। इस बात को दो बात से हम समझ सकते മോശ हैं। മുഖാന്തരം കൽപ്പന കൊടുത്തത് കൽപ്പലകയിൽ എഴുതി കൊടുക്കുകയായിരുന്നു. देखिए मूसा के द्वारा जो आज्ञाओं को दिया गया था वो 2 पत्थर के टुकड़ों पर लिखकर दिया गया था। അത് ആളുകൾക്ക് വായിക്കാം. वो लोग उसे पढ़ सकते थे। എന്നാൽ നമ്മുടെ ശരീരത്തിൽ അതുപോലെ അതേ മഷി കൊണ്ടോ മറ്റ് സ്ക്രൈബിൽ എന്തെങ്കിലും കൊണ്ടോ അല്ല എഴുതിയിരിക്കുന്നത്. लेकिन देखिए हमारे शरीर में किसी भी तरह से ऐसे स्याही से या फिर किसी तरह से खोद कर ऐसे नहीं लिखा गया है। പിന്നെയോ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ചിലതുണ്ട്. लेकिन पवित्र आत्मा के द्वारा लिखा गया कुछ बात है। അതെന്താണ്? वो क्या है? അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? वो कैसे हो गया है? Praise the Lord. हालेलुया। ആത്മാവിന്റെ ഇഷ്ടത്തിന് നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ, जब हम पवित्र आत्मा की इच्छा के अनुसार अपने आप को समर्पित करते हैं, ആത്മാവിനാൽ എഴുതപ്പെട്ട ഒരു സന്ദേശമായി നമ്മുടെ ജീവിതം തീരുകയാണ്. देखिए पवित्र आत्मा के द्वारा लिखा गया एक संदेश बन जाता है हमारा जीवन। നമ്മുടെ ദിനത്തിൽ പഠിക്കുന്നുണ്ട് വർക്ക്സ് ഓഫ് ദ ഫ്ലഷ് ആൻഡ് വർക്ക്സ് ഓഫ് ദ ഹോളി हम സ്പിരിറ്റ്. वचन में इस बारे में पढ़ते हैं, जो शरीर के काम और आत्मा के काम। ജഡത്തിന്റെ ഇഷ്ടത്തിന് നമ്മൾ സമർപ്പിക്കരുത്. हम अपने आप को शरीर के इच्छा के अनुसार अपने आप को समर्पित न करें, ആത്മാവിന്റെ ഇഷ്ടത്തിന് നമ്മൾ സമർപ്പിക്കണം. लेकिन आत्मा की इच्छा के अनुसार अपने आप को समर्पित करें। ആത്മാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ദൈവ പൈതലിൽ और आत्मा के अनुसार अपने आप को समर्पित करने वाले परमेश्वर के लोग, ആത്മാവ് ചിലതൊക്കെ എഴുതും. उनके अंदर परमेश्वर की आत्मा कुछ बातों को लिखना शुरू करता है। ആത്മാവ് എഴുതുന്ന സന്ദേശങ്ങൾ और आत्मा लिखने वाली जो संदेश है മറ്റുള്ളവർക്ക് വായിക്കുവാൻ കഴിയും. वो दूसरे इस बात को पढ़ सकते हैं। ഹല്ലേലൂയ. हालेलुया। ഓ, ആത്മാവെന്ന് പറയുന്നത് ഒന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. अगर कुछ लोग हैं जो ऐसे पूछते हैं कि क्या आत्मा नामक कुछ है, എന്നാൽ അത് റിയാലിറ്റി ആണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. लेकिन वो बात एक सच्ची बात है। ये आज ये उसके बारे में दिखाई पड़ रहा है। കാറ്റൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ लोग अगर पूछे यहाँ पे क्या हवा है, അത് പെട്ടെന്ന് അത് എവിടുന്ന് വരുന്ന ചോദിച്ചാൽ മനസ്സിലാകത്തില്ല. हम शायद पूछे कहाँ से आ रहा है, हमें समझ में नहीं आ पाएगा। എവിടുന്ന് എങ്ങോട്ട് പോകുന്നു പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. कहाँ जाने वाला है ये भी हम नहीं जान അതിന്റെ पाएंगे। ഡയറക്ഷൻ ഒന്നും മനസ്സിലാകത്തില്ല. कहाँ जाएगा इस बात को हम नहीं समझ पाएंगे। എന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു ലീഫ് അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ लेकिन हमें एक पत्ती को उसकी तरफ हम दिखाएं, നമുക്ക് അതിന്റെ ഡയറക്ഷൻ പെട്ടെന്ന് तो മനസ്സിലാകും. हमें पट्टी समझ में आ जाएगा कि वो हवा किस तरफ आ रहा है, किस तरफ झोंका मार
मार रहा है। ഹല്ലേലൂയ. हालेलुया। ഇതുപോലെയാണ് ആത്മാവുണ്ട്, അതിന്റെ പ്രവൃത്തികളുണ്ട്. उसी प्रकार परमेश्वर की आत्मा भी है और उसके काम भी है। ആത്മാവിന്റെ പ്രവൃത്തികൾക്ക് ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ आत्मा के काम के लिए कोई भी है जो अपने आप को समर्पित करता അവരിൽ है, കൂടെ മറ്റുള്ളവർക്ക് കൊടുക്കത്തക്ക ഒരു സന്ദേശമുണ്ട്. वो अपने जीवन से दूसरों को एक संदेश दे सकते हैं। അതാണ് അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങളെ നോക്കുക. और इसीलिए यहाँ पे प्रेरित लोग कह रहे हैं कि तू हमारी ओर देख। നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു സുവിശേഷം ജനത്തിന് കൊടുക്കുവാനില്ല. हम अपने आप को त्याग कर दूसरों को एक संदेश नहीं दे पाएंगे। നമ്മുടെ ജീവിതത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് हमारे जीवन को भी उसके अंदर मिलाते हुए സ്നേഹത്തിൽ സത്യം നമ്മൾ സംസാരിക്കുമ്പോൾ और प्रेम से जब हम सच्चाई को व्यक्त അത് करते हैं, വ്യക്തികളിൽ രൂപാന്തരം वो ഉണ്ടാക്കും. लोगों के अंदर एक रूपांतर ले आता ഈ है। ദിവസങ്ങൾ ദൈവത്തോട് നമുക്കതിനായിട്ട് इन പ്രാർത്ഥിക്കാം. दिनों में हम परमेश्वर की और इसकी इस बातों के लिए प्रार्थना करें കർത്താവേ, എന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു സന്ദേശമായി തീരുവാൻ हे मसीह, मेरा जीवन दूसरों के लिए एक संदेश बनने के लिए ഇടയാക്കി തീർക്കണമേ. इसी ऐसे तू बना देना। അതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ऐसा मैं चाहता हूँ, അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. इस बात के लिए मैं प्रार्थना करता हूँ। എത്ര പേർ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് आज പ്രാർത്ഥിക്കും? आप में से कितने हैं जो इस बात को निर्णय लेते हुए प्रार्थना करेंगे? പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ, और जब प्रेरित पौलुस तीमुथियों को पत्री लिख रहा था, തീത്തോസിന് ലേഖനം वो എഴുതുമ്പോൾ तीतुस को पत्री लिख रहा था, ആവർത്തിച്ച് ജീവിതം സൂക്ഷിക്കുന്നതിനെ കുറിച്ച് वो പറയുന്നുണ്ട്. बार बार अपने जीवन को संभाल कर ले जाने के लिए वो कह रहा है। 2 Timothy 2:25 and 26 വായിക്കണ്ട, നിങ്ങൾ നോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞാണ്. दूसरा तिमोथी उसका 2:25 and 26. दूसरा अध्याय उसका 22वां और 23वां वचन, Titus 2:7. और तीतुस का समाचार, तीतुस का जो पत्री उसका दूसरा अध्याय उसका 7वां वचन। ഇതിനകത്ത് രണ്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, और ये दोनों जगहों पर हम यही देखते हैं, നമ്മുടെ ജീവിതം നമ്മൾ हम സൂക്ഷിക്കുകയാണെങ്കിൽ अगर हमारे जीवन को संभाले, അവിടെ ഒപ്പോണന്റ് പോലും ലജ്ജിച്ചു പോകും. वहाँ पे हमारे विरोधी भी लज्जित हो जाएंगे। The opponent also will learn a lesson through our life. और उतना ही नहीं, हमारे विरोधी हमारे द्वारा अपने जीवन में एक सीख को प्राप्त करेंगे, ഒരു സംശയമില്ല. इसके बारे में कोई डाउट नहीं है। പൗലോസ് തന്റെ സ്വന്തം അനുഭവത്തിൽ കൂടെ പറയുന്നത്, प्रेरित पौलुस अपने खुद के अनुभव से कह रहा അത് है, തന്റെ ശരീരത്തെ താൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നുവെന്നാണ്. वो कहता है कि मैं अपने शरीर को तकलीफ देकर अपने और अपना गुलाम बना देता हूँ, He is trying to discipline his body. और वो अपने शरीर को अनुशासित करता है। Why we should do like that? हम ऐसे क्यों करें? Because our body is giving a message to our neighbors. क्योंकि हमारा जो शरीर है हमारे आस पड़ोस वालों को एक संदेश दे रहा है। നീ ധരിക്കുന്ന വസ്ത്രം ഒരു സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. जो कपड़े तू पहनते हैं वो दूसरों को एक संदेश देता है। നീ ചെയ്യുന്നതെല്ലാം ഒരു സന്ദേശമാണ്. जो कुछ तू अपने जीवन में करता है वो सारी बातें दूसरों के लिए एक संदेश है। നമ്മുടെ വാക്ക് ഒരു സന്ദേശമാണ്. हमारा मुंह से बोलने की बात, നമ്മുടെ നടപ്പ് ഒരു സന്ദേശമാണ്. हमारा जो चाल चलन वो भी एक संदेश നമ്മുടെ है। ആക്ഷൻസ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, everything brings a message to others. हमारे शरीर के शैलियाँ और हमारी जो सारी बोल जो सारी बात है वो सारी बातें दूसरों के सामने एक संदेश रखता ഈ है। ദർശനത്തോടെ अब इस दर्शन के साथ നമുക്ക് ഈ ദിവസങ്ങൾ ജീവിക്കാൻ इन दिनों में हम हमारे जीवन को आगे നമ്മുടെ बढ़ाएं। കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. हम अपने आंखों को बंद करें, നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. परमेश्वर की उपस्थिति में प्रार्थना करें, എല്ലാവരും ഒരു സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം. सभी एक समर्पण के साथ प्रार्थना करें। ഹല്ലേലൂയ. സാധാരണ ദൈവത്തിനെ കേട്ടുപോകുന്നതല്ല. साधारण तौर पर हम परमेश्वर के वचन से सुन के जाते हैं, उस प्रकार नहीं। ഇന്ന് പകൽ കേട്ട ദൈവത്തിന് സമർപ്പിക്കാം. आज जो वचन को सुना है उसके सामने अपने आप को समर्पित ഏൽപ്പിച്ചു करें, കൊടുക്കാം. अपने आप को समर्पित करें। നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. हम एक साथ प्रार्थना करें। हालेलुया, हालेलुया, हालेलुया। जैसे हम सभी जन मिलकर प्रार्थना करते हैं, उसी समय वचन के सामने हम अर्पण करते हुए भाई सुबिन प्रार्थना में हमें मदद करें।